വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ വൈക്കം തലയോലപ്പറമ്പിലെ JPHN ട്രെയിനിംഗ് സെന്ററിലേക്കുള്ള വൈദ്യുതി ബന്ധം KECB വിച്ഛേദിച്ചു. വൈദ്യുതി ബിൽ കുടിശ്ശികയായി 68,000 രൂപ മാത്രമാണ് സ്ഥാപനം അടയ്ക്കാനുള്ളത്. ഡ്രൈവിംഗ് സെന്ററിന്റെയും ഹോസ്റ്റലിന്റെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതോടെ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങി. ആരോഗ്യവകുപ്പിന് കീഴിൽ വൈക്കം തലയോലപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന JPHN ട്രെയിനിംഗ് സെന്ററിലെ വൈദ്യുതി കുടിശ്ശികയെ തുടർന്നാണ് KECB അധികൃതർ ഫ്യൂസ് ഊരിയത്. 2 ബില്ലുകളിലേതായി 68,000 രൂപയോളമാണ് കുടിശ്ശിക. 24-ാം തീയതിയാണ് KECB ജീവനക്കാർ എത്തി ഫ്യൂസ് ഊരിയത്. ഇതോടെ 50ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെന്ററിന്റെയും ഇതോട് അനുബന്ധിച്ചുള്ള ഹോസ്റ്റലിന്റെയും പ്രവർത്തനം പ്രതിസന്ധിയിലായി. ഞങ്ങൾക്ക് ദൂരെയുള്ള പിള്ളേർക്ക് വരെയാണ് ഇത് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഈ 50 പെൺകുട്ടികൾ കൂടി താമസിക്കാൻ ഒരു സേഫ്റ്റി ഇല്ല ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ ഇവർ പെട്ടെന്നുള്ള ഒരു ഈ കറണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള തീരുമാനമായതിനാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാനും വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. നികഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഗവൺമെന്റ് തലത്തിൽ എന്തുവേലും നടപടി എടുക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ്, ഒരു അപേക്ഷയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വളരെ പേടിക്കുകയും, കാരണം വീട്ടിൽ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു അവധി കൊടുക്കുമെന്നുള്ള കാര്യം. കാരണം ഒരു സ്ഥാപനമാകുന്നുണ്ടേ, അതും ഗവൺമെന്റ് സ്ഥാപനം. ഇതില് ഒരു കുട്ടികൾ 50 വിദ്യാർത്ഥികളിൽ കൂടുതലുണ്ട് അവിടെ താമസിക്കുന്നത്. ഫണ്ട് ലഭിക്കാത്തതാണ് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് കാരണമെന്ന് ട്രെയിനിംഗ് സെന്റർ അധികൃതർ വ്യക്തമാക്കി. അടിയന്തരമായി അനുവദിച്ചു കിട്ടിയ 39,000 രൂപ ഉടൻ അടയ്ക്കാമെന്ന് സെന്റർ അധികൃതർ അറിയിച്ചെങ്കിലും മുഴുവൻ തുകയും അടച്ചെങ്കിൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് KECB അധികൃതർ. വൈദ്യുതി മുടങ്ങിയതോടെ ട്രെയിനിംഗ് സെന്ററിന്റെയും ഹോസ്റ്റലിന്റെയും പ്രവർത്തനം മാത്രമല്ല, പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അടക്കം എല്ലാം താളം തെറ്റിയിരിക്കുകയാണ്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായും ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രെയിനിംഗ് സെന്റർ അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.